എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. ഞാൻ രാവിലെ മുട്ടക്കറിയും ദോശയൊക്കെ കഴിച്ചു. അതിനുശേഷം നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടി ഒരു സ്പൂൺ നമ്മളെ പായസത്തിനുള്ള ചൗരി ഉണ്ടല്ലോ, അതിനെ ഒന്ന് കുതിർക്കാൻ ഇടണം. ഒരു 2-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂൺ തൈരും ചേർത്ത് നല്ലവണ്ണം മിക്സിയുടെ ജാറിലൊന്ന് അരയ്ക്കുക. അരച്ചതിന് ശേഷം അതിലൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളെ ചൗരി ഉണ്ടല്ലോ, അദ്ദേഹം അത്രയ്ക്ക് അങ്ങ് അരയൂല കേട്ടോ, അതൊന്ന് വേവിച്ചാലേ അരിയുള്ളൂ. വേവിച്ചെടുക്കുന്നതിനേക്കാൾ ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്തു. കുറച്ചൊക്കെ അരഞ്ഞില്ല, എന്നാലും കുറച്ച് ആവശ്യത്തിന് കരഞ്ഞ് കിട്ടി. അങ്ങനെ തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് ഉണങ്ങി. അതിനെ തേച്ചിളക്കിയപ്പോഴേക്കും അടിപൊളിയായിരുന്നു റിസൾട്ട്. സൂപ്പർ റിസൾട്ടാണ്. കണ്ടല്ല, എൻ്റെ മുഖത്തുള്ള ടാൻ എല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ എനിക്കിന്ന് ഭയങ്കര മടി പിടിച്ച ദിവസം ഞാൻ ഒരു കൂട്ടാനും ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ്. അങ്ങനെ വൈകുന്നേരത്തെ കാപ്പിക്ക് വേണ്ടി, ചായയ്ക്ക് വേണ്ടി ഒരു പപ്പട വട ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അതിലേക്ക് ആവശ്യത്തിന് 2 സ്പൂണോളം അരിപ്പൊടി, 1 സ്പൂണ് മൈദ, 1 സ്പൂണ് കടലമാവ്, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കായം, ഇതെല്ലാം കൂടി ചേർത്ത് കലക്കി 1 മണിക്കൂർ നേരം വച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പപ്പടം എടുത്തുകൊണ്ടുവന്ന് അതിനെ 4 സൈഡിലും കൂടി 4 പടപട 4 കുത്തു കൊടുത്ത് അതിൻ്റെ പൊടിയെല്ലാം തട്ടി കളഞ്ഞതിന് ശേഷം ഈ മാവിന് മുക്കി അങ്ങോട്ട് പൊരിച്ചെടുത്ത് സൂപ്പർ അടിപൊളി പപ്പട വട റെഡിയായി. അടിപൊളിയാണ്. പപ്പടത്തിൽ 4 കുത്ത് തിരിച്ചും മറിച്ചും കൊടുത്താൽ അത് പൊള്ളിക്കയറി വരില്ല കേട്ടോ, അല്ലെങ്കിൽ അത് പൊള്ളിപ്പൊങ്ങി പോവും. അതിന് 4 കുത്തു കൊടുക്കണം. നമ്മളെ ദേഷ്യമല്ല പപ്പടത്തിൻ്റെ അടുത്ത് തീർക്കും. അങ്ങനെ പപ്പട വട റെഡി. സൂപ്പറാണ്. കണ്ടല്ല, അടിപൊളി. ഇന്നത്തെ ചായയും പപ്പടവടയും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചായയും പപ്പടവടയ്ക്കും എൻ്റെ ഫേസ്ബുക്കിനും എല്ലാത്തിനും കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ക്ഷേത്രത്തിൽ പോവുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ടാറ്റാ.